നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. കോവിഡ് പ്രതിസന്ധി തുടരുന്നതിന്റെ പ്രവാസികൾക്ക് മറ്റൊരു തിരിച്ചടി കൂടി. ഒമാനിൽ പ്രവാസി തൊഴിലാളികൾക്ക് മറ്റൊരു തൊഴിലുടമയുടെ കീഴിലേക്ക് മാറുന്നതിന് ആവശ്യമായി വരുന്ന NOC സംവിധാനം ഒമാൻ എടുത്തുമാറ്റുകയാണ്. അടുത്ത ആഴ്ചകൾക്കുള്ളിൽ തന്നെ ഇത് സംബന്ധിച്ച നിയമം പ്രാബല്യത്തിൽ വരുമെന്ന് ഒമാൻ വിദേശകാര്യമന്ത്രി സയ്യിദ് ബദർ അൽ ബുസൈദി മാനമ ഡയലോഗിൽ സംസാരിക്കവേ പറഞ്ഞു. ഒമാനിലെ തൊഴിൽ നയത്തിലുണ്ടാകുന്ന സുപ്രധാന മാറ്റമായിരിക്കും NOC വ്യവസ്ഥ ഒഴിവാക്കുന്നത്. ഇത് രാജ്യത്തിന്റെ സമ്പദ്ഘടന തുറന്നു നൽകാൻ ലക്ഷ്യമിട്ടുള്ള വിഷൻ 2040 പദ്ധതിയുടെ ഭാഗമായാണ് NOC വ്യവസ്ഥ ഒഴിവാക്കുന്നത്. തൊഴിൽ നിയമത്തിലെ മാറ്റത്തിന് പുറമെ പുതിയ വരുമാന നികുതി നടപ്പിലാക്കാനും സബ്സിഡികൾ ഒഴിവാക്കുന്നതുമടക്കം സാമ്പത്തിക പരിഷ്കരണ നടപടികൾക്കും പദ്ധതിയുണ്ടെന്ന് അൽ ബുസൈദി പറഞ്ഞു. കുറഞ്ഞ വരുമാനക്കാരായ പൗരന്മാരുടെ സംരക്ഷണം ഉറപ്പുവരുത്തിയ ശേഷമാകും സാമ്പത്തിക പരിഷ്കരണ പദ്ധതികൾ നടപ്പിലാക്കുന്നത്. ടൂറിസം മേഖലയ്ക്ക് ഉണർവ് പകരുന്നതിനും വിവിധ പദ്ധതികൾ നടപ്പിലാക്കും. ഇതിന്റെ ഭാഗമായി 100-ലധികം രാഷ്ട്രങ്ങളിൽ നിന്നുള്ളവർക്ക് രാജ്യത്തേക്ക് 1 മാസത്തെ വിസാരഹിത പ്രവേശനം അനുവദിക്കുന്നതിനും പദ്ധതിയുണ്ടെന്ന് വിദേശകാര്യമന്ത്രി പറഞ്ഞു. NOC ഒഴിവാക്കാനുള്ള തീരുമാനം കഴിഞ്ഞ വർഷം ജൂണിലാണ് ഒമാൻ പ്രഖ്യാപിച്ചത്. സാമ്പത്തിക പരിഷ്കരണ പദ്ധതികളുടെ ഭാഗമായി അടുത്ത ഏപ്രിൽ മുതൽ രാജ്യത്ത് മൂല്യവർദ്ധിത നികുതി ഏർപ്പെടുത്തുമെന്ന് സുൽത്താൻ ഉത്തരവിട്ടിരുന്നു. അതേസമയം കൊറോണ വ്യാപനത്തിന് പിന്നാലെ ജനജീവിതം സാധാരണ നിലയിലെത്തിക്കാനുള്ള ശ്രമങ്ങളുടെ ഭാഗമായിട്ട് ഒമാൻ സർക്കാർ കൂടുതൽ ഇളവുകളും നൽകുകയുണ്ടായി. മലയാളികളടക്കമുള്ള പ്രവാസികൾക്ക് ഗുണകരമാകുന്ന നീക്കമാണ് സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. ഇളവുകൾ നിലവിൽ വരുന്നതോടെ തന്നെ പ്രവാസികൾക്ക് മടങ്ങാനുള്ള സാഹചര്യവും സംജാതമാകും. എന്നാൽ ഒമാനിൽ നിന്ന് കേരളത്തിലേക്കുള്ള എയർ ബബിൾ ധാരണ പ്രകാരമുള്ള സർവീസുകളിൽ ഉയർന്ന ടിക്കറ്റ് ചാർജാണ് ഈടാക്കി വരുന്നത്. ഒക്ടോബർ ആദ്യം മുതലാണ് ഇന്ത്യ ഒമാൻ വിമാന സർവീസുകൾ ആരംഭിച്ചത്. യാത്രക്കാരുടെ എണ്ണം വർദ്ധിച്ചതോടെ തന്നെ ടിക്കറ്റ് നിരക്കിലുണ്ടായ മാറ്റങ്ങളാണ് പ്രവാസികൾക്ക് തിരിച്ചടിയായത്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.